ഹായ് ഗൈസ്, ഉലക നായകൻ കമൽഹാസൻ എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ്. അത്രയധികം അഭിനയിച്ച് വിസ്മയിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് കമൽഹാസൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് കാലമായിട്ട് റീസെന്റ് ആയിട്ട് കമൽഹാസൻ എടുക്കുന്ന കഥാപാത്രങ്ങളും സിനിമകളും എല്ലാം ഒരു പുറകിലോട്ടായിട്ടുണ്ട്. എന്ന് വെച്ചാല് അഭിനയത്തിലും എവിടെ എത്തുന്നില്ല. സിനിമ വളരെ മോശം തിരക്കഥകളൊക്കെ ചൂസ് ചെയ്ത് കുറച്ച് പുറകിലോട്ടായിട്ടുണ്ട്. കംബാക്കിനായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തഗ് ലൈഫിന്റെ ട്രെയിലർ വന്നത്. മണിരത്നം, കമലഹാസൻ, AR റഹ്മാൻ കോംബോ. എൻ്റെ ഹൈ എക്സ്പെക്ടേഷന് വേറൊരു കാര്യം ആവശ്യമില്ല. ഈ ഒരു ഡെഡ്ലി കോംബോയിൽ ഒരു പടം ഇറങ്ങുന്ന പറഞ്ഞ ട്രെയിലറും പോസ്റ്ററും എല്ലാം ഹൈപ്പ് ആകുന്ന സാധനം തന്നെയാണ്. ഈ ഒരു കോംബോയില് 110% ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആള് പറയുന്നത് ഒന്ന് AR റഹ്മാനാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വേറെ 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 ലെവലാണ്. എന്താ വെച്ചാൽ ഈ സിലംബരസനെ ഇൻട്രോ കൊടുക്കുന്ന സമയത്തും കമലഹാസനെ കാണിക്കുന്ന സമയത്തൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റ് ഉള്ള പോയിന്റ്സിൽ AR റഹ്മാൻ കൊടുക്കുന്ന ഒരു BGM ഉണ്ടല്ലോ, അൺഫീലിംഗ് ആണ്. എന്തോ വലുത് സംഭവിക്കാനുണ്ട്, എന്തോ നമ്മൾ ഇത്രയേരും അവിടെ ഇരുത്തിപ്പിച്ചതിന് എന്തോ ഒരു കാര്യം സംഭവിക്കാനുണ്ട് എന്നുള്ള ഹൈ എലിവേഷൻ ആണ് AR റഹ്മാൻ കൊടുത്തിരിക്കുന്നത്. അത് വെൺവെളി നായക, അതുപോലെ തന്നെ അഞ്ചുവാന പൂവേ, അങ്ങനെയുള്ള പാട്ടുകളിൽ മാത്രമല്ല. ജിഗുജാൻ ജിങ് ഒരു ഡാൻസ് പാട്ടുണ്ടല്ലോ, അത് പാട്ട് മാത്രല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹൈ ആണ് ഈ പടത്തില്. ഭയങ്കര സൗണ്ട് മിക്സിങ്, സൗണ്ട് എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ബാസ്, അതിന്റെ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇതിനൊരു ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. മ്യൂസിക് കൊണ്ട് ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് AR റഹ്മാൻ. അതുപോലെ തന്നെയാണ് മണിരത്നത്തിന്റെ ഡയറക്ഷൻ. നല്ല ഷോട്ടുകളായിരുന്നു, നല്ല എന്താ പറയാ, നല്ല രസം ഉണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങിന്റെ, ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ അടുക്ക് സിംബു കുട്ടിയായിരുന്നപ്പോ നിൽക്കുന്ന ഒരു പുറകത്തെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആ സമയത്ത് AR റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അഞ്ചുവാന പൂവയാണ്. വൻ ഫീലിംഗ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞ പടത്തിന് ആദ്യം കാണാൻ നമുക്ക് തോന്നുന്നു ഇതൊരു വൻ പടമായിട്ട് മാറുന്നു. ഇപ്പൊ KGF 1 ഒരു ഫീലിംഗ് ഉണ്ട്. ആ കുട്ടി അമ്മയായിട്ടുള്ള റിലേഷനും ആ കുട്ടി ഉണ്ടാക്കിയൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഇത് മാറുന്നൊക്കെ പ്രതീക്ഷിച്ചു. ഒരു ഷോട്ടിലേട്ടാ ഹൈലി അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരുപാട് ഷോട്ടുകൾ ഉണ്ട് മണിരത്നത്തിന്റെ, അടിപൊളി എന്ന് പറയാൻ പറ്റുന്ന. പക്ഷേ ഇതിൽ ഏറ്റവും പരാജയപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സ്ക്രീൻ പ്ലേ ആണ്, സ്ക്രിപ്റ്റ് ആണ്. തോൽവി എന്ന് വേണം പറയാൻ. കമലഹാസനും മണിരത്നവും കൂടെ ചേർന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. മണിരത്ന പടത്തിലെല്ലാം നമുക്കറിയാം പ്രണയം ഉണ്ടാവും. കാരണം പ്രണയത്തിനോട് എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിലും ഭയങ്കരമായിട്ട് താല്പര്യമുള്ള, അതിനോട് ഭയങ്കര ലോയലായ ജെന്യൂൻ ആയ ഒരു മനുഷ്യനാണ് തോന്നുന്നു. സുഹാസിനി തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ, ഇന്റർവ്യൂല് മണിരത്നത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ലോയലായ ഒരു ഹസ്ബൻഡാണ്, ഭയങ്കര ഒരു സപ്പോർട്ടീവായ ഹസ്ബൻഡാണ്. അത് പുള്ളിക്കാരന്റെ എല്ലാ തിരക്കഥയിലുണ്ട്. അലയിപ്പായതായാലും ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ PS2 വിക്രമും ഐശ്വര്യയായിട്ടുള്ള പ്രണയം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അത് എങ്ങനെയാണ് ആ PS2 കാണിക്കുന്നത്, അത് ആ ക്രിട്ടിക്കൽ ക്ലൈമാക്സ് സീനിലൊക്കെ കാണിക്കുന്നതിലൊക്കെ പുള്ളിക്കാരന്റെ പ്രണയം ഭയങ്കര ജെന്യൂനാണ്. അത് എല്ലാ മണിരത്നം പടത്തിലും അതങ്ങനെയാണ്, അതങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. പക്ഷെ ഈ തഗ് ലൈഫിലോട്ട് എത്തുമ്പോൾ കമലഹാസൻ 2 പ്രണയവും ഉണ്ട്. ഇവിടെ കമലഹാസന്റെ ഭാര്യയായിട്ട് വരുന്ന അഭിരാമിയാണ്, സൈഡായിട്ട് വെച്ചിരിക്കുന്ന തൃഷേനയാണ്. അപ്പൊ ഭാര്യയോടും പ്രണയം, അതുപോലെ തന്നെ തൃഷയോടും പ്രണയം. അങ്ങനെ ഒരു പ്രണയം എക്സിസ്റ്റ് ചെയ്യില്ല, അതിനൊരു ലോയൽറ്റി ഇല്ല, ഒരു ജെന്യൂനിറ്റി ഇല്ല. അപ്പൊ പുള്ളിക്കാരൻ കമലഹാസൻ പറയുന്ന ഡയലോഗ് എന്താണെന്ന് വെച്ചാല്, ഇത് ഷുഗറും പ്രഷറും പോലത്തെ ഒരു സംഭവമായിട്ട് കണ്ടാൽ മതി ഈ കീപ്പിനോട് കാണുന്ന പ്രണയം. ഏറ്റവും വൃത്തികെട്ട ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് തൃഷയെ കൂടെ വെച്ചതിന് അഭിരാമിയോട്, വൈഫിനോട് പറയുന്നത്. അഭിരാമിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒരു പ്രണയം സൈഡ് പാരലായി പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും വിട്ട് കളഞ്ഞ ഭാര്യയെ തിരിച്ചും സ്നേഹത്തിലാക്കാൻ വേണ്ടി ശക്തിവേൽന്ന് വിളിക്കൂ എന്നെ എന്ന് പറയുന്ന ഒരു പ്രണയമാണ് ഇതിൽ കാണുന്നത്. ഇതൊരു പ്രണയമായിട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മണിരത്നം പടത്തിൽ ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കാരണം PS2 തന്നെ ക്ലൈമാക്സിൽ ഐശ്വര്യ റായ് വിക്രമിനോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ തിരിച്ചു കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആ ഒരു സ്നേഹം, പ്രണയത്തെ പുള്ളിക്കാരൻ അവതരിപ്പിക്കുന്നത്. എനിക്ക് അവരുടെ പ്രണയം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരക്കഥ എഴുതിയ ഒരാൾ ഇങ്ങനെ തിരക്കഥ എഴുതുമോ തോന്നി. നോക്കിയപ്പോഴേക്കും മണിരത്നം മാത്രമല്ല തിരക്കഥയിലുള്ളത്, കമലഹാസനും ഉണ്ട്. കമലഹാസൻ എഴുതുമ്പോൾ ഉറപ്പായിരിക്കും കമലഹാസന്റെ വേർഷൻ ഓഫ് റൈറ്റിംഗ് ആയിരിക്കുമല്ലോ വരിക. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ പ്രണയം എന്നുള്ളത് എങ്ങനെ പുള്ളിക്കാരനെ ഫീൽ ചെയ്യുന്നതായിരിക്കുമല്ലോ നമ്മൾ തിരക്കഥയിൽ വരിക. ഉറപ്പായിട്ടും ആ ഒരു കൈകടത്തൽ കൊണ്ടാണ് ഈ സീൻ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സീൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. കാരണം അതൊരു ജസ്റ്റിഫയബിൾ ആയ ഒരു കാര്യമല്ല. അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്ന ഫീലിംഗ് ആണ് സിനിമ കണ്ടപ്പോൾ ഉണ്ടായത്. മാത്രമല്ല തൃഷ കമലഹാസൻ ഉള്ള സീൻസ് ഉണ്ടല്ലോ, അഭിരാമിയെ കാണുന്നതിന് മുന്നേ വരെ നമ്മളെ സീൻസ് എല്ലാം വൾഗറായിരുന്നു. സത്യം പറയാലോ, തൃശ്ശനെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു റിലേഷനെ പറ്റി സംസാരിക്കുന്നതും എല്ലാം ഭയങ്കര വൃത്തികേടായിരുന്നു. പിന്നെ സിനിമയുടെ കഥ വളരെ പഴക്കമുള്ള കഥയാണ്. വലിയൊരു
ഡോണിനെ ഒറ്റിക്കൊടുക്കുന്ന ചതിക്കുന്ന കുറെ പേരുടെ കൂടെ ഡോൺ പെട്ടുപോവുക, എന്നിട്ട് ഡോണിനെ ചതിക്കുക. ആ ഒരു കഥ പാറ്റേൺ തന്നെയാണ് ഇതിലും. പുതുമയുള്ള കഥയൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ആലോചിക്കുന്ന കാര്യം എന്താ വെച്ചാൽ കമലഹാസൻ ഇങ്ങനെ ചതിക്കാൻ പ്രത്യേകിച്ച് എന്താ കാരണം? ഒരു വലിയൊരു കാരണം കാണുന്നില്ല. എന്ന് വെച്ചാൽ സിനിമ ഒരു രീതിയിൽ പോകുന്നു, പെട്ടെന്ന് ചതിക്കാൻ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ട് ചതിക്കാന്ന്, അല്ലെങ്കിൽ എന്താ അതിന് പിന്നിലുള്ള വലിയ റീസൺ? ഇത്രയും വലിയ ഡോണിന് ഒരുപാട് ആൾക്കാർ കൂടിയുണ്ട്, പക്ഷെ ഒരു വിശ്വസ്തം പോലും ഇല്ല. പുള്ളിക്കാരനെ പറ്റിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്തൊരു തോൽവിയാണ് ശക്തിവേൽ എന്നുള്ള ക്യാരക്ടർ. സിലംബരസൻ സിംബു ആണ് റൈറ്റ് ഹാൻഡ്. അതുപോലെ തന്നെ ജോജു ജോർജ് ഉണ്ട് മലയാളത്തിന്റെ, എന്താ പറയാ, കാഞ്ഞിരപ്പള്ളി പത്രോസ് എന്നുള്ള ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. മലയാളിയായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ബാബുരാജ് ഉണ്ട്, ഐശ്വര്യ ലക്ഷ്മി ഉണ്ട്, പിന്നെ തൃഷ, ഞാൻ പറഞ്ഞല്ലോ, തൃഷയുണ്ട്, അഭിരാമി ഉണ്ട്, നാസർ ഉണ്ട്, ഒരുപാട് നടന്മാരുണ്ട്. അഭിരാമി കൊടുത്ത റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ തന്നെ ആ ഒരു ക്യാരക്ടർ നമുക്ക് നട്ടില്ലാത്ത ക്യാരക്ടറായിട്ട് തോന്നും. പിന്നെ അതുപോലെ തൃഷയുണ്ട്. തൃഷ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, അതാണ് അവരുടെ ക്യാരക്ടർ. ആ ക്യാരക്ടർ അവർ എടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള കഷ്ടം എനിക്ക് തോന്നി. എന്തിനാ ഇത്രയും മോശമായ ഒരു ക്യാരക്ടർ അവർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ സിംബു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അഭിനയിക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻസും ഉണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഐശ്വര്യ ലക്ഷ്മി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ജോജു ജോർജ് നല്ല റോളാണ്, നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ആ ഒരു ആറ്റിറ്റ്യൂഡിലും ആ ഒരു ഹെവിനെസ് തന്നെ ചെയ്തിട്ടുണ്ട്. നാസർ ആസ് യൂഷ്വൽ ഉള്ള റോൾ തന്നെയാണ്. നമുക്കറിയാം നാസർ ഒരു സിനിമയിൽ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യാനായിരിക്കും പുള്ളിക്കാരൻ സിനിമയിൽ വരുന്നത്. അപ്പൊ സ്ഥിരം ഒരു പാറ്റേണിലുള്ള റോൾ തന്നെയാണ്. പിന്നെ അശോക് സെൽവൻ ഉണ്ട്. എന്തിനാണ് ആ ഒരു പോലീസുകാരൻ സിനിമയിൽ ചോദിച്ചാൽ അറിയില്ല. എന്തിനോ വേണ്ടി വന്നു, എന്തിനോ വേണ്ടി പോയി. ബാബുരാജ് ഉള്ള പോർഷൻസ് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അൻവർ ഇവാൻ സ്റ്റണ്ട് കൊറിയോഗ്രാഫി, സ്റ്റണ്ട് ഒരുപാടുണ്ട്. കമലഹാസൻ സിംബു ഫൈറ്റ് ഒക്കെ അതൊക്കെ നന്നായിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഹെവിനെസ് ഉണ്ട്. എടുത്തതും സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കമലഹാസനോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ടോട്ടലി അവ്യക്തമാണ്. എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു റീസണിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ അഭിരാമയോടുള്ള പ്രണയമാണ് ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ പ്രണയം എന്ന് പറയുന്നത് ഫെയിലിയർ ആണ്. ടോട്ടലി പരാജയപ്പെട്ട ഒരു ഡോണിന്റെ കഥ. ഇത് DQ ഒരു ക്യാരക്ടർ ചെയ്യാനിരുന്നു, പിൻവാങ്ങി എന്ന് പറഞ്ഞു കേട്ടു. അത് വളരെ നന്നായി. അല്ലെങ്കിൽ അതിന്റെ പേരുദോഷം കൂടെ DQ താങ്ങേണ്ടി വന്നേന്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നു. ഇന്റർവെല്ലൊക്കെ ഹെവി ആയിരുന്നു കേട്ടോ. ഞാൻ വെച്ചു എന്തെങ്കിലും വലിയൊരു മാറ്റം സംഭവിക്കോ. കാരണം നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു ഇനീഷ്യലി. ഇന്റർവെല്ലിനോട് അടുത്തല്ല, സ്റ്റാർട്ടിങ് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവെല്ലിൽ ഈ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ വെച്ചു എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നു. സെക്കൻഡ് ഹാഫ് ആണ് ഇതിൽ ഏറ്റവും അപരാധം പിടിച്ച സാധനം. പടം കഴിയില്ല, 3 മണിക്കൂറായിട്ട് എന്റെ ദൈർഘ്യമുണ്ട്. 3 മണിക്കൂറിനുള്ള ഒരു സംഭവം സിനിമയിൽ ഇല്ലയാണ്. അപ്പൊ കമലഹാസൻ കംബാക്ക് ഒന്നും ചെയ്തിട്ടില്ല. എപ്പം കംബാക്ക് ചെയ്യുമോ അറിയില്ല. വേറെ ആരുടെയും നല്ല തിരക്കഥയുള്ള ഒരാളുടെ എടുക്കുക, പോയി അഭിനയിക്കുക. അതും അവനോ തിരക്കഥ ഇതിൽ എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ പുള്ളിക്കാരൻ തിരിച്ചു വരാം. നല്ലൊരു അഭിനേതാവാണ്. നല്ല സിനിമകൾ വരട്ടെ. ശങ്കറിന്റെ പടം ഇന്ന് ഇന്ത്യൻ 2 ഒക്കെ വൻ അപരാധമായിരുന്നു. ഇന്ത്യൻ 2ന്റെ ലുക്കിൽ വരുന്നുണ്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ. അതൊക്കെ കണ്ട് സഹിക്കുമ്പോൾ നമ്മൾ ഒരു അവസ്ഥകൾ മനസ്സിലാക്കണം. പക്ഷെ എന്തായാലും ഇന്ത്യൻ 2വിനെക്കാട്ടി ബെറ്റർ ആയ പടമാണ്. നിങ്ങൾ ഈ പടം കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ട് പടം? സിംബു എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ കമലഹാസൻ, മണിരത്നം, AR റഹ്മാൻ, എന്തൊക്കെയാണ് പടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടേ ഇല്ലേ? അൺസൈക്കബിൾ ആയിരുന്നോ? എല്ലാം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ.